ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ രാത്രി നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഇടി ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കാണാൻ നല്ല ഭംഗി, ഒരു പ്രത്യേക ഭംഗി കേട്ടോ, പൂക്കൾ കൊഴിഞ്ഞിട്ടും പക്ഷികളൊക്കെ ആയിട്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അങ്ങനെ രാവിലത്തെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു, കുട്ടികളൊക്കെ പോയി കഴിഞ്ഞു. അപ്പം എൻ്റെ അടുക്കളയുടെ അവസ്ഥ എങ്ങനെയാണ് കേട്ടോ, ഏകദേശം എല്ലാ വീടുകളിലും ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ. അപ്പം ഞാൻ പിന്നെ ആദ്യം തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനുള്ളത് വാഷ് ബേസിക്ക് എടുത്തിടാമെന്ന് വിചാരിച്ചു കേട്ടോ. മൊത്തത്തിൽ അങ്ങോട്ട് കഴുകിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് പാത്രങ്ങളുള്ള പോലെയാണ്, പക്ഷേ നമ്മൾ കഴുകി വരുമ്പോൾ അത്ര ഉണ്ടാവില്ല. ഇത് പാത്രങ്ങൾ മേലെ ഇങ്ങനെ കയറ്റി വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ രാവിലത്തെ കടലക്കറി ഉണ്ടായിരുന്നു, പിന്നെ മോൾക്ക് ഉരുളൻകിഴങ്ങ് കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടും ഉണ്ട്. അപ്പം ഇനി കറി വെക്കേണ്ട പണിയൊന്നുമില്ല, ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കടലക്കറിയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഉച്ചയ്ക്ക് വല്ല പപ്പടം കാച്ചി എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പാത്രം കഴുകലാണ് കേട്ടോ മെയിൻ പരിപാടി. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ വാഷ് ബേസിക്ക് എടുത്തിട്ടിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതാണ് കേട്ടോ. ആദ്യം തുടച്ച് നോക്കുമ്പോൾ ചെറുതായിട്ട് മാവൊക്കെ ഇങ്ങനെ നമ്മുടെ സ്ലാബിൽ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ കുറച്ച് ഹാൻഡ് വാഷൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കയ്യും കൊണ്ട് ഉരതി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വൈപ്പർ വെച്ചിട്ട് തുടച്ചെടുത്തിട്ട് ഒരു തുണിയും കൊണ്ട് അതൊന്ന് തുടച്ച് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി. അപ്പം അങ്ങനെ സ്ലാബുമത്തെ ഇതൊക്കെ പണി കഴിഞ്ഞു. ഇനി മെയിൻ പരിപാടി പാത്രം കഴുകലാണ് കേട്ടോ. പാത്രം കഴുകലും കൂടി കഴിഞ്ഞാൽ അടുക്കളയത്തെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ വേഗം പാത്രം കഴുകിയിരിക്കുന്നുണ്ട്. അപ്പം ഇനി ഉച്ചയ്ക്കുള്ള കറി ഇതൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പം അങ്ങനെ ഈ പണിയും കൂടി കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പരിപാടികൾ കഴിഞ്ഞു. കുറച്ച് പുറത്ത് പണികളുണ്ട് കേട്ടോ. നമ്മുടെ ചെടികളൊക്കെ ഒന്ന് മാറ്റി നടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇലച്ചെടികളാണ് അധികം എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വേഗം പാത്രമൊക്കെ കഴുകിയെടുക്കുന്നത്. അപ്പോൾ പാത്രം കഴുകൽ കഴിഞ്ഞപ്പോൾ ഞാനത് കയ്യോടെ കൊണ്ടുപോയി വെക്കുകയും കൂടിയും ചെയ്തു. പാത്രങ്ങൾ എടുത്ത് അതേ ഭാഗത്ത് കൊണ്ടുപോയി വെച്ച മൊത്തത്തിൽ ഇങ്ങനെ നിരത്തിയിരുന്നൊക്കെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കൽ കഴിഞ്ഞിട്ട് പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെ അതാ മെയിൻ പണി വാഷ് ബേസ് കഴുകലുണ്ട്. വാഷ് ബേസ് നമ്മളെപ്പോഴും പാത്രം കഴുകണ ആ സമയത്ത് തന്നെ വെറുതെ ഒന്ന് കഴുകി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ വല്ലാതെ ചളി പിടിക്കില്ല. എപ്പോൾ പാത്രം കഴുകുമ്പോഴും അപ്പോൾ കയ്യോടെ ആ വാഷ് ബേസും കൂടി നമ്മൾ പാത്രം കഴുകാൻ പോലെ തന്നെ വാഷ് ബേസും ഒന്നാണ് കഴുകിയെടുക്കുക. പിന്നെ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി. പിന്നെ ഈ തുണി നനഞ്ഞാൽ അത് വേഗം കഴുകിയിടണം കേട്ടോ. അത് എപ്പോഴും അങ്ങനെ ഞാൻ ചെയ്തിട്ട് അങ്ങനെ ഒരു ശീലമായി. ചെറുതായിട്ടൊന്ന് നനഞ്ഞാൽ ഞാൻ അപ്പോൾ അത് കഴുകിയിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ഉണങ്ങിയ തുണിയായിട്ട് എടുക്കുക. പിന്നെ അടുക്കള മാത്രം ഒന്ന് അടിച്ചു വാരിയെടുത്തു. പിന്നെ അതാ അടുക്കള ഒന്ന് തുടയ്ക്കുകയും കൂടിയും ചെയ്തു കേട്ടോ. രാവിലെ ഒരു പ്രാവശ്യം തുടയ്ക്കൽ കഴിഞ്ഞതാണ്. പിന്നെ അതാ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി എടുത്തപ്പോൾ പിന്നെ അവിടെ ഒന്ന് തുടച്ചിടുകയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അതും കൂടി കഴിഞ്ഞാൽ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞല്ലോ. ഇനി പ്രത്യേകിച്ച് ഒരു പണിയില്ല. ചില ദിവസങ്ങളിൽ ഇങ്ങനെയുണ്ടോ, ചില ദിവസങ്ങളിൽ കുട്ടികൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് പണികളുണ്ടാവും. ആ പോയ ഞാൻ പിന്നെ തുണികളൊക്കെ വെയിലത്തിട്ടിട്ടൊക്കെ ഉണ്ടോ പിന്നെ കയറി വന്നത്. അപ്പോൾ ഫോൺ ഇവിടെ ഓണാക്കി വെച്ചതേ ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചവിട്ടിയൊക്കെ ഇട്ട്. അപ്പോൾ ഇനി ഞാൻ പുറത്ത് കുറച്ച് ചെടികളുടെ പണിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഹാൻഡ് വാഷൊക്കെ ഇട്ട് കൈയൊക്കെ കഴുകി പോകുന്നുണ്ട്. പക്ഷേ പോണത് മണ്ണിൽ ഇതാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.